ഹായ് മച്ചമാരെ, ട്രിവാൻഡ്രം മിഷസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. നമ്മളിതാ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. പ്രണവ് മോഹൻലാലിന്റെ DSC കണ്ടിട്ട് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ വന്ന പാടെ റിവ്യൂ ഇടണമെങ്കിൽ ആ സിനിമയുടെ ഒരു ഹൈപ്പ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഊഹിച്ച് നോക്കാന്നുള്ളതേ ഉള്ളൂ. അത്ര അടിപൊളി അഡാറ് ഫിലിമാണ്. നമ്മളെ ഈ മലയാളം ഇൻഡസ്ട്രി തന്നെ ഹൊററിന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കാരണം നമ്മൾ ഹോളിവുഡ് സ്റ്റൈലിൽ നമ്മൾ അങ്ങനെ മലയാളത്തിൽ അധികം അങ്ങനെ ആരും എഫർട്ട് എടുക്കാറില്ല, അതാണ് സംഭവം. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ ഫുൾ 2 മണിക്കൂറേ ഉള്ളൂ, തീർന്നു പോയോ എന്നുള്ളൊരു പേടി തോന്നിപ്പിക്കുന്ന 2 മണിക്കൂർ പോയതൊന്നും അറിഞ്ഞില്ല. കുറച്ചുകൂടെയൊക്കെ സമയത്ത് ഒരു 2-2.5 മണിക്കൂറൊക്കെ ചെയ്യാമായിരുന്നു. കുഴപ്പം പടമാണ്. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ രക്ഷയില്ല. ഫുൾ എനിക്ക് ഓടി തോന്നുന്നു ചില സൗണ്ടൊക്കെ കേട്ടപ്പോ എന്റെ കൈയൊക്കെ പോയി കേട്ടോ ഗൈസ്. കണ്ടോ, എല്ലാം ഞെക്കി പിഴിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ്. പേടിപ്പിക്കുന്ന ഒരുപാട് നമ്മള് പോലും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പേടിയൊന്നും അതിന്റെ സൗണ്ട് ഒരു രക്ഷയില്ല, പൊളപ്പായിട്ടോ. അതായത് കറക്റ്റ് പറഞ്ഞ ഹോളിവുഡ് മേക്കിംഗ്. നമ്മളൊരു ഹോളിവുഡ് ഇംഗ്ലീഷ് ഫിലിം കാണുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു കാരണം ഹോളിവുഡ് ഫിലിം ഒക്കെയും ആ ഒരു സൗണ്ടിലാണ് നമുക്ക് പേടി തോന്നുന്നത്. സെയിം സംഭവമാണ് ഇവിടെ ആപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ രാഹുൽ സദാശിവനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം അദ്ദേഹം ഒരു ഫിലിം വേറെ ലെവൽ ഓഫ് തിങ്കിങ് ഒക്കെ ഉള്ള ഒരാളാണ്. പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് കൺപീലി വരെ അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ, വേർപ്പ് വരെ അഭിനയിക്കുന്ന സിനിമ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെയും വേറൊരു ലെവൽ ഓഫ് ആക്ടിംഗ് ആണ്. നല്ല ഡെഡിക്കേഷൻ, നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ തന്നെ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ നല്ലൊരു ഹൈപ്പിൽ പോകും. അതിന്റെ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. അതായത് നമ്മളെ അഭിപ്രായമാണ് ക്ലൈമാക്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. കാരണം നമുക്ക് കണക്ട് ആയി, എന്നാലും ഇച്ചിരി കൂടെ ആവാമായിരുന്നു എന്നുള്ളൊരു ത്വര അതെന്നാണോ പറയാൻ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയിട്ട് കുറച്ചൊന്ന് ഡൗൺ തോന്നുക നമുക്ക് തോന്നിയതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എന്തായാലും തിയേറ്റർ അവിടെ പോയാൽ ഒന്നും പറയില്ല, നമുക്ക് അത്രയും ഒരു എഫക്ട് കിട്ടും. സൗണ്ട് എഫക്ട്സ് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മൾ വെറുതെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തും വരെ ഇറ്റ്സ് വി ആരതി ലാലു സൈനിങ് ഓഫ്.